ഉണക്കക്കപ്പ. കപ്പ തൊണ്ട് കളഞ്ഞെടുത്ത് നന്നായി കഴുകി കനം കുറച്ചരിഞ്ഞ് ഉപ്പിട്ട വെള്ളത്തിൽ തിളപ്പിച്ചു കോരി ദിവസങ്ങളോളം വെയിലത്ത് ഉണക്കിയെടുത്തത്. ശരിക്കും ബലപ്പെട്ട് ഉണങ്ങിയതിന് ശേഷം വായു കടക്കാത്ത പാത്രത്തിൽ അടച്ചു വയ്ക്കുകയോ ചാക്കിലോ സഞ്ചിയിലോ കെട്ടിവെക്കുകയോ ചെയ്യാം. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇന്ന് ഞാൻ ചിക്കൻ ഇട്ട് കറി വയ്ക്കാൻ പോവുകയാണ്. ഇത് ഏകദേശം 1 വർഷത്തോളം എത്തിയ കപ്പയാണ്. നല്ല എല്ലുള്ള ചിക്കൻ്റെ കഷ്ണങ്ങൾ. ചിക്കനിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു മീഡിയം സവാള, 6 വെളുത്തുള്ളി അല്ലി, ഒരു നുള്ളു ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നീട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. 3 പച്ചമുളക് കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ചിക്കൻ നന്നായി തിരുമ്മി ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കപ്പയൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം, നല്ല ശുദ്ധമായ വെള്ളത്തിൽ. ഇപ്പോൾ ഇത് കണ്ട അമ്മമാരും അച്ഛന്മാരൊക്കെ പറയും, ഇതെങ്ങനെ ഉണക്കക്കപ്പ വെള്ളത്തിലിടാതെ വേകുമെന്ന്. ഇന്നത്തെ കാലത്ത് തലേ ദിവസം ഉണക്കക്കപ്പ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണ് വേവിക്കുക. ഇപ്പോൾ കുക്കർ ഉള്ളത് കൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് കുതിർത്താതെ വേവിച്ചെടുക്കാം. ഇതാ നല്ല വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഈ കപ്പയിട്ട് 3-4 പ്രാവശ്യം കഴുകി വാരിയെടുക്കണം. കാരണം നമ്മളിത് പുറത്തൊക്കെ ഇട്ട് ഉണക്കിയെടുക്കണതാണ്. ചിലപ്പോൾ ഇതിൽ കരടൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല വെള്ളത്തിൽ കുറേ പ്രാവശ്യം കഴുകിയെടുക്കുക. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിലെ സ്ഥിരം കാഴ്ചയാണ്. മിക്ക വീടുകളിലും ഇതുപോലെ ഇഷ്ടംപോലെ കപ്പയുണ്ടാകും. എല്ലാവരും കൂടിയിരുന്ന് കപ്പ സന്ധ്യയാവുമ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നന്നാക്കലും ഉണക്കാൻ കൊണ്ടുപോകലും ഒക്കെ. അങ്ങനെ കപ്പ കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ചിക്കൻ്റെ കഷ്ണങ്ങൾ പൊടികളൊക്കെ പുരട്ടി വെച്ചിരുന്നത് ചേർത്ത് കൊടുത്തു. ഇനി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ആ കപ്പയുടെയും ചിക്കൻ കഷ്ണങ്ങളുടെയും നികക്കെ വെള്ളമൊഴിച്ചാണ് ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നത്. ചിക്കന് പാകത്തിനുള്ള ഉപ്പ് മാത്രമാണ് നമ്മൾ ആദ്യം ചേർത്തത്. കപ്പയ്ക്ക് വേണ്ട ഉപ്പും ഇപ്പോൾ ചേർത്ത് കൊടുത്ത് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. കുക്കർ അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഞാനിത് വേവിച്ചെടുത്തു. എന്നിട്ട് പ്രഷറെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്നപ്പോൾ വെള്ളം പറ്റി പാകത്തിന് വെന്തിരുന്നു കപ്പയും ചിക്കൻ്റെ കഷ്ണങ്ങളും. ഇനി ഒരു ചെറിയ മുറി തേങ്ങ ചിരണ്ടിയെടുത്ത് വറുത്തെടുക്കണം. അതിന് പുറത്ത് അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. കുറച്ച് നാളായി അടുപ്പിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് മഴ നനഞ്ഞ് തണുത്ത് കിടക്കുകയാണ്. കുറച്ച് ഉണങ്ങിയ ചാരം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് വിറകൊക്കെ വെച്ച് കൊടുത്തു. ഇത്രയും കത്തിക്കാത്തതിൻ്റെ ഒരു പരിഭവമൊക്കെ ആദ്യം അടുപ്പ് കാണിച്ചെങ്കിലും പിന്നീട് നന്നായിട്ട് കത്തി. ഓല വെച്ച് അടിയിൽ വിറകിന് തീ പിടിപ്പിച്ച് കൊടുത്തു. കൂടുതൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഞാൻ ഈ അടുപ്പിലാണ് വയ്ക്കുക. തീ നന്നായിട്ട് വിറകിലേക്ക് പിടിച്ചു എന്നുറപ്പായി കഴിഞ്ഞപ്പോൾ ഉരുളി വെച്ച് കൊടുത്തു. ഉരുളി ചൂടായി. തീ ശരിക്കും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓലയെടുത്ത് മാറ്റാം. ഇല്ലെങ്കിൽ ഓല കഷ്ണങ്ങൾ അവിടെ ഇരുന്ന് പുകഞ്ഞാൽ ഭക്ഷണത്തിന് ഒരു പുക സ്വാദ് വരും. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തേങ്ങ ഇട്ട് കൊടുത്ത് വറുത്തെടുത്തു. തേങ്ങ വറുക്കുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് വെള്ളം പറ്റി വരുന്നത് വരെ അടി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിഞ്ഞ് തേങ്ങയിലെ വെള്ളം പറ്റി കഴിഞ്ഞാൽ പിന്നെ അടിയിൽ പിടിക്കില്ല. നമുക്ക് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാം. തേങ്ങ മൂത്ത് പരുവമായപ്പോൾ വാങ്ങി അമ്മിക്കല്ലിൽ അരച്ചെടുത്തു. വെന്ത് പാകമായ കപ്പയും ചിക്കനും. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിയാലുടൻ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം.
ഒന്നിളക്കി മുളകിനെയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനും കപ്പയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കനും കപ്പയും ചേർത്താൽ പിന്നെ ഒരു 5-8 മിനിറ്റോളം ഈ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചേക്കണേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതിനിടയ്ക്ക് അല്പം ഗരം മസാല ഇതിന് മുകളിൽ തൂക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തരച്ച് വെച്ച വറുത്തരപ്പ് ചേർത്ത് കൊടുക്കാം. ചൂടാക്കി വെച്ചിരുന്ന ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നികക്കെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നോക്കുക. ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നല്ല തീയിൽ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ വെള്ളമൊക്കെ പറ്റി ഈ രീതിയിലായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മൂടിക്കൊടുത്ത് ഒരു 2 മിനിറ്റ് കൂടി വെള്ളം പറ്റിച്ചെടുത്തു. ഇതാ നമ്മുടെ കപ്പയും ചിക്കനും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല പാകത്തിന് കുഴമ്പ് ചാറോടുകൂടി കപ്പയും ചിക്കനും. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ചയിലെ സന്തോഷം കപ്പയും ബീഫും കഴിക്കലാണ്. ഇതുപോലെ ബ്രോയിലർ ചിക്കൻ അന്ന് കിട്ടില്ല. കോഴിയിറച്ചി സാധാരണ വീട്ടിൽ വളർത്തുന്ന കോഴിയെ കൊല്ലുന്നതാണ് പതിവ്, നാടൻ കോഴി. ബീഫാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ കിട്ടുക. അത് പതിവായിട്ട് ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ വയ്ക്കും. അന്നത്തെ ഒരു സന്തോഷവും അതുതന്നെയാണ്. അതുപോലെ ഞായറാഴ്ച ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരവധി ദിവസം ഉച്ച കഴിഞ്ഞ് ഇതുപോലെ കപ്പയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നേ. നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല പാർപ്പിടവും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്